സഹോദരങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. യാഗ പരിശിഷ്ടത്തെക്കുറിച്ചാണ് ഇനി ആലോചിക്കാനുള്ളത്. അതിൽ ഏറ്റവും പ്രമുഖമായിട്ടുള്ളത് യാഗകാലത്തും അതിൻ്റെ മുന്നൊരുക്കങ്ങളുടെ കാലത്തും ഈ ക്ഷേത്ര സമുച്ചയത്തിൽ സ്ഥിതി ചെയ്യുന്ന 3 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും പഠനം ഭാഗികമായി മുടങ്ങി എന്നുള്ളതാണ്. യാഗകാലത്ത് 3 ദിവസം മൈക്കിൻ്റെ ശബ്ദം ഉയർത്തി വച്ചിരുന്നതിനാൽ സ്കൂളുകൾക്ക് കാര്യമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല. അടുത്ത 2 ദിവസം അവധി കൊടുക്കുകയാണ് ചെയ്തത്. തന്നെയുമല്ല, ധാരണാ സരസ്വതി പൂജ നടത്തിയാൽ വിദ്യ തനിയെ വരും എന്ന അന്ധവിശ്വാസം സംയോജകൻ കൂടെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ സ്കൂളിൽ 1, 2, 3 ദിവസം പോയില്ലെങ്കിലും യാതൊരു കുഴപ്പവുമില്ല, അതുകൊണ്ട് വിദ്യാർത്ഥികൾ വരണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ വകതിരിയുള്ള അധ്യാപകർ അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് അവരെ യാഗസ്ഥലത്തേക്ക് അയച്ചില്ല. ഒരു സ്കൂൾ യാഗസ്ഥലം കാണിച്ച് പെട്ടെന്ന് കടന്നു പോവുകയും ചെയ്തു. ആദരിക്കൽ ചടങ്ങിൽ ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരും വന്നില്ല. കീഴ് ജീവനക്കാരായിട്ടുള്ള ശാന്തിമാരെ ആദരിക്കാൻ അവർക്ക് താല്പര്യമില്ലായിരുന്നു. ആദരിച്ചത് മുഴുവൻ കരപ്പുറത്ത് ഉള്ള ക്ഷേത്രങ്ങളിലെ ശാന്തിമാരെയാണ്. എന്നാൽ ആദരിക്കേണ്ടിയിരുന്നത് ആഹാരം തയ്യാറാക്കിയ സുനിൽ രാജിൻ്റെ നേതൃത്വത്തിൽ ആഹാരം തയ്യാറാക്കിയ ആളുകളെയും അവിടെ വന്ന് സന്നദ്ധ സേവകരായി പങ്കെടുത്ത ആഹാരം വിളമ്പുന്നതിന് ശ്രമിച്ച പ്രവർത്തകരെയുമായിരുന്നു. അവരെ ആരെയും ആദരിക്കാൻ കമ്മിറ്റി തയ്യാറായില്ല. അതിനേക്കാൾ കാര്യമായിട്ട് പറയേണ്ടത് നമ്മുടെ സംയോജകൻ തയ്യാറായില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ബിസിനസ് താല്പര്യമുണ്ട്, അതനുസരിച്ചാണ് അദ്ദേഹം എല്ലാം ചെയ്തത്. അതുകൊണ്ടാണ് ശാന്തിമാരെ മാത്രം ആദരിക്കുന്ന പരിപാടി മതിയെന്ന് അദ്ദേഹം തീരുമാനിച്ചു. സമ്മേളനങ്ങളിൽ രാഷ്ട്രീയക്കാർ കാര്യമായി സഹകരിച്ചില്ല. ചിലർ വന്നു പോയി, എന്നാൽ പ്രമുഖരായിട്ടുള്ള ആരും അവിടെ കണ്ടില്ല. PN പ്രസാദ്, VN വാസവൻ, P പ്രസാദ്, അഡ്വക്കേറ്റ് ശരസ്ത്, R നാസർ, ചാണ്ടി ഉമ്മൻ, അരുൺകുമാർ MLA, AA ഷുക്കൂർ, PS പ്രശാന്ത്, ആരിഫ്, സൗമ്യ രാജ്, നെടുമുടി ഹരികുമാർ, D സുഗതൻ, വയലാർ ശരത് ചന്ദ്രവർമ്മ, ചേർത്തല ജയൻ, വീണ ജോർജ്, ശേഖർ, അങ്ങനെ ഒരാൾ ഇവിടുന്ന് ഉണ്ടായിരുന്നു, ഇവിടെ തമിഴ്നാട്ടിൽ രമേശ് ചെന്നിത്തല, സ്വാമി ഗുരുരത്നം ജ്ഞാന തപസ്സി, ഇവരാരും സമ്മേളനത്തിലെത്തിയില്ല. അവർ വിളിച്ചിട്ട് വരാത്തതാണോ എന്ന കാര്യങ്ങളൊന്നും തന്നെ ഇന്ന കമ്മിറ്റി അംഗങ്ങളോട് പറഞ്ഞതേയില്ല. മറ്റൊന്ന്, ശ്രുതിശ്യാം പാലക്കാട് എന്ന ഒരു ശ്രീമതി അവിടെ വന്ന് പ്രസംഗിക്കുമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ അവർ വന്നില്ല എന്ന് മാത്രമല്ല, സംയോജകൻ്റെ ഭാര്യയുടെ അനിയത്തിയെയാണ് പകരം നിയോഗിച്ചത്. അവരാവട്ടെ നല്ല 1ാം തരം അവിടെ നടന്നതിൽ ഏറ്റവും മികച്ച ക്ലാസ് എന്നല്ല പ്രഭാഷണം നടത്തി സ്റ്റേജിൽ നിന്ന് പോവുകയും ചെയ്തു. അവരെ പുകഴ്ത്താൻ 7 നാവുകളായിരുന്നു നമ്മുടെ സംയോജകന്. നിലവിലുള്ള ഭരണസമിതി അധികാരമേറ്റെടുത്തതിന് ശേഷം തൊട്ടടുത്ത വിദ്യാലയങ്ങളിലെ വിജയശതമാനത്തേക്കാൾ വളരെ കുറവായിരുന്നു കണ്ടമംഗലം സ്കൂളിലേത്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? ഏതിനും അധ്യാപകരെ പിഴിയുന്ന ഒരു രീതി അവിടെ ഉണ്ടായിരുന്നു. എത്ര രൂപയാണ് ഇനി അധ്യാപകരിൽ നിന്ന് അവർ പിരിച്ചെടുത്തത് എന്ന് അവരെ ആരോടെങ്കിലും ചോദിച്ചാലേ മനസ്സിലാകും.
അങ്ങനൊരു ശ്രമം ഞാൻ നടത്തിയിട്ടില്ല. ചുരുക്കി പറഞ്ഞാൽ അധ്യാപകർ ആകെ അല്ലെങ്കിൽ ജീവനക്കാർ ആകെ വശം കെട്ട് നിൽക്കുകയാണ് അവിടെ. ചുരുക്കത്തിൽ വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറയുന്നതാണ് ശരി. വലിയ ഒരു പ്രതീക്ഷയുടെ തുടങ്ങി 1.5 കോടി രൂപയോളം കയ്യിൽ കിട്ടി. പക്ഷേ ജനങ്ങൾക്കാകെ താല്പര്യമില്ല എന്ന് വന്നുകൂടി. ഒരു കാര്യം പ്രത്യേകം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ശിവഗിരിയിൽ നിന്ന് ഒരു രഹ്നയാണ് വന്നിരുന്നത്. അവരാദ്യമായിട്ടാണ് നമ്മൾ കേൾക്കുന്നത് തന്നെ. ശിവഗിരിയിൽ നിന്ന് ഒരു സന്യാസി യാഗസ്ഥലത്തേക്ക് വന്നില്ല. അതുപോലെ തന്നെയാണ് ഗുരുരത്നം ജ്ഞാന തപസ്വി എന്ന കടക്കരപ്പള്ളിക്കാരനായ സന്യാസി ശ്രേഷ്ഠൻ വന്നില്ല എന്നുള്ളത്. ഇതൊക്കെ വളരെ അർത്ഥഗർഭമായ ചില കാര്യങ്ങളാണ്. ഞാൻ വീണ്ടും പറയുന്നു, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന ഒരു യാഗത്തെ കെട്ടി എഴുന്നള്ളിച്ച് കൊണ്ടുവന്നത് ഇവിടുത്തെ ഭരണസമിതിയാണ് എന്ന് പറയാൻ എനിക്ക് നാണം തോന്നുന്നു. പക്ഷേ അവരെ അതിന് പ്രേരിപ്പിച്ചൊരു ശക്തിയുണ്ട്. അത് നമ്മുടെ സംയോജകനാണ്. അദ്ദേഹം ഒരു ആധ്യാത്മിക കോൺട്രാക്ടറായി നിന്നാണ് ഇതൊക്കെ ചെയ്തത്. ആട്ടെ, കാലം ഇതിന് തീർച്ചയായും ഇന്നത്തെ ഭരണസമിതിയോട് കണക്ക് ചോദിക്കുക തന്നെ ചെയ്യും. ഒരു കാര്യം നമ്മൾ പറയണം, ആഗ്രഹിക്കണം. അതെന്താണ്? എത്ര രൂപ ചെലവഴിച്ചു, എത്ര രൂപ കിട്ടി, എന്താണ് ആ പണം ഉപയോഗിച്ച് ചെയ്യാൻ പോകുന്നത്, ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളുണ്ടല്ലോ. 25 ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർക്ക് ഓരോന്നിനും എത്ര രൂപ വീതമാണ് കൊടുത്തത്? അത് നമ്മൾ അറിയേണ്ടതുണ്ട്. അത് നമുക്ക് കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.